ഹായ് ഫ്രണ്ട്സ്, MGMലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ. അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിൽ പുതിയൊരു ഫോൺ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സാംസങ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ ഫോൺ മോഡൽസ് ലോഞ്ച് ചെയ്യുകയുണ്ടായി. ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള 3 മോഡലുകളാണ് ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ സാംസങ് ലോഞ്ച് ചെയ്തത്. S23, S23 പ്ലസ്, S23 അൾട്ര തുടങ്ങിയ മോഡലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ വെബ്സൈറ്റിലും ആമസോണിലെല്ലാം നല്ല ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് S23 എന്ന് പറയുന്ന ആ ഒരു ബേസ് മോഡലിൻ്റെ ഒരു ബോക്സാണ്. നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലെന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗാലക്സി S23 പാക്കിംഗ് വളരെ പ്രത്യേകത ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ബ്ലാക്ക് കളറിലുള്ള ബോക്സാണ്. അതിൻ്റെ മുകളിലായിട്ട് പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഫോൺ മോഡലിന് കൊടുത്തിട്ടുണ്ട്. ഗാലക്സി S23 എന്ന് എഴുതിയിട്ടുണ്ട്. സൈഡിലായിട്ട് സാംസങ്ങിൻ്റെ ലോഗോ അല്ലെങ്കിൽ ബ്രാൻഡിങ് കാണാൻ സാധിക്കും. ഈ ഒരു പാക്കിംഗ് കാണുമ്പോഴത്തേക്കും ആപ്പിളിൻ്റെ ആ ഒരു സ്മാർട്ട് ഫോൺ പാക്കിങ്ങിനെ അനുകരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം തോന്നിയേക്കാം. വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു പാക്കിംഗ് ആണ്. മറ്റൊരു വശത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IMEI ഇൻഫർമേഷൻ, അതുപോലെ തന്നെ മോഡൽ നമ്പർ, കളർ തുടങ്ങിയവ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്തായിട്ട് ബോക്സിലെ കണ്ടൻറ്റ്സ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ മറ്റ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ, അതുപോലെ മാനുഫാക്ചർ അഡ്രസ്സ് തുടങ്ങിയവയാണ്. പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ 3 വലിയ ലെൻസസ് വളരെ അട്രാക്റ്റീവായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു തീം തന്നെയാണ് അകത്തും കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു ബോക്സ് കൂടിയുണ്ട്, ഒരു പേപ്പർ ബോക്സ്, ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു പാർട്ടായിട്ടുള്ളൊരു ബോക്സ് കൂടിയുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പല ചൈനീസ് കമ്പനികളും ചാർജർ അതുപോലെ തന്നെ ഫോൺ കേസൊക്കെ ഇൻക്ലൂഡായിട്ടാണ് ബോക്സ് വരുന്നത്. പക്ഷേ സാംസങ്ങിൻ്റെ ഈ ഒരു ബോക്സ് ഒരു ആപ്പിളിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെയാണെന്ന് പറയാം. കംപ്ലീറ്റ്ലി ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ ചെറിയൊരു പാക്കിംഗ് ആണ്. ഇതിലിപ്പോൾ കാണാൻ സാധിക്കുന്ന ടൈപ്പ് സി ടു ടൈപ്പ് സി ഒരു ചാർജിങ് കേബിൾ നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ട് ഒന്നും ആക്സസറി ആയിട്ട് കൊടുത്തിട്ടില്ല. വേറെ അഡാപ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഡോക്യുമെൻറ്റേഷൻ്റെ ആ ഒരു പേപ്പർ ബോക്സിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ മിനിമലായിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. സേഫ്റ്റി വാറണ്ടി ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻസ്, പിന്നെ റീജിയണൽ ലാംഗ്വേജ് സപ്പോർട്ടിനെ സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു പേപ്പർ ഉള്ളത് ഇതിൽ റീജിയണൽ ലോക്ക് ഗൈഡ് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. സിം ആക്ടിവേഷനെ സംബന്ധിക്കുന്ന വിവരമാണ്. ഒരു സിം ഇജക്ടർ ടൂള് കാണാം. പാക്കിങ്ങിൽ കംപ്ലീറ്റ്ലി റീസൈക്കിൾഡ് പേപ്പർ മെറ്റീരിയൽസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റേതായിട്ടുള്ള യാതൊന്നും ഇതിൽ ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഫോൺ പുറത്തെടുത്ത് നോക്കാം. റിയർ സൈഡിലെ പേപ്പർ കവർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്രീൻ കളർ ഫിനിഷ് ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കും. ഗ്രീൻ ഫിനിഷ് ആണെങ്കിലും ഇത് ഡിഫറെൻറ്റ് ലൈറ്റിങ്ങിൽ ഡിഫറെൻ്റ് ഒരു ഷെയ്ഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഗ്രേ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഈ ഗ്രീൻ കളർ കൂടാതെ തന്നെ ഫാൻറ്റം ബ്ലാക്ക്, ക്രീം, ലാവൻഡർ തുടങ്ങിയ കളേഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. പിൻവശത്തെ ഏറ്റവും ഭംഗിയിൽ കാണാൻ സാധിക്കുന്നത് ആ 3 ക്യാമറ ലെൻസസിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ക്യാമറ ലെൻസസിൻ്റെ ചുറ്റുമായിട്ട് മെറ്റൽ റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു LED ഫ്ലാഷ് കാണാൻ സാധിക്കും. സാംസങ്ങിൻ്റെ ലോഗോ വളരെ ഭംഗിയായിട്ട് തന്നെ അതും കൊടുത്തിട്ടുണ്ട്. വളരെ മിനിമലായിട്ടാണ് ബാക്ക് സൈഡിൽ കാണുന്നത്. സിക്സ് 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ്. ഫ്രണ്ട് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്ന കൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോൾ പഞ്ച് ക്യാമറ, സെൽഫി ക്യാമറ കാണാൻ സാധിക്കും. സൈഡ് മെറ്റൽ ഫ്രെയിമിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആർമർ അലൂമിനിയം ആണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ബട്ടൺസ് ഒന്നും കൊടുത്തിട്ടില്ല. റൈറ്റ് സൈഡിലായിട്ട് ലോക്ക് അൺലോക്ക് ബട്ടൺ, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കൊടുത്തിരിക്കുന്നത് കാണാം. സൈഡ് മെറ്റൽ ഫ്രെയിം വളരെയധികം ഷൈനി ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെയാണ് കാണാൻ സാധിക്കുന്നത്. ബാക്ക് ഗ്ലാസ് ഫ്രോസ്റ്റഡ് ഗ്ലാസ് പോലെ മാറ്റ് ഫിനിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. താഴെ ഭാഗത്തായിട്ട് സ്പീക്കർ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി പോർട്ട്, മൈക്ക്, അതുപോലെ സിം ട്രേ തുടങ്ങിയവയാണ് കാണാൻ സാധിക്കുന്നത്. മേലെ ഭാഗത്തായിട്ട് ഒരു മൈക്ക് ഇൻപുട്ട് കാണാം. ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ബാക്ക് സൈഡിലും പ്രൊട്ടക്ഷനായിട്ട് കൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് കൊടുത്തിരിക്കുന്നത്. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 1.5 മീറ്റർ താഴ്ചയിൽ 30 മിനിറ്റ് സമയത്തേക്ക് വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും.
ഗാലക്സി S23 2 ഫിസിക്കൽ സിംസ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഒരു സിം ട്രേയിൽ തന്നെ 2 ഫിസിക്കൽ സിം യൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് സിം ട്രേ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഫിസിക്കൽ സിമ്മിനെ കൂടാതെ തന്നെ ഇ സിം ഉപയോഗിക്കാനുള്ള ഓപ്ഷനും ഈ ഒരു ഫോൺ മോഡലിൽ അവൈലബിൾ ആണ്. ഇ സിം ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു ഫിസിക്കൽ സിം മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 2 ഫിസിക്കൽ സിം ഒരേ സമയത്ത് ഉപയോഗിക്കുമ്പോഴും ഇ സിം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ മൈക്രോ SD കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫോൺ മോഡലിൽ അവൈലബിൾ അല്ല. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ ഗൂഗിളിൻ്റെ Pixel 6a ആണ്. വളരെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോൺ മോഡൽ തന്നെയാണ് Pixel 6a. അതിൻ്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ Pixel 6aയിൽ നിന്നും ഗാലക്സി S23 നമുക്ക് സിം തൽക്കാലം മാറ്റിയിടാം. S23 സ്റ്റാർട്ടപ്പും അതുപോലെ ഇനിഷ്യൽ സെറ്റപ്പൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഗാലക്സി S23 എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ബോഡി സൈസ് തന്നെയാണ്. സൈഡ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം ഫ്ലാറ്റ് അല്ല, ചെറിയ രീതിയിലുള്ളൊരു കർവുണ്ട്. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സാംസങ് ഗാലക്സി S23 സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ സാംസങ് ഗാലക്സി പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നൊക്കെ എഴുതി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പാണ് ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം പഴയ ഡിവൈസ്, അതായത് Pixel 6aയിൽ നിന്ന് ഓൾഡ് ഡാറ്റ ഈ ഒരു ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് USB Type-C കേബിൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ഡാറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ചെയ്യേണ്ടത് ഓൾഡ് ഡിവൈസ് കൊണ്ടുവന്നിട്ട് സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് സാംസങ്ങിൻ്റെ. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ഡാറ്റയെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗാലക്സി S23 ഇനിഷ്യൽ സെറ്റപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിംഗർ പ്രിൻ്റ് എല്ലാം സെറ്റാക്കി. ഇനി നെക്സ്റ്റ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതായത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഫിംഗർ പ്രിൻ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ സ്കാൻ ആവുന്നുണ്ട്. അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് റീഡറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വളരെ ക്വിക്കാണെന്ന് തന്നെ പറയാം. അതായത് പഴയ ജനറേഷൻ അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് സ്കാനറിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെയധികം ഫാസ്റ്റ് തന്നെയാണ് ഈ ഒരു ഫിംഗർ പ്രിൻ്റ് റീഡർ. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 1080x2340 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ. 425 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനാമിക് AMOLED 2x എന്ന് പറയുന്ന ആ ഒരു ഡിസ്പ്ലേ ടെക്നോളജിയാണ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇനി ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും 1200 nits ആണ് മാക്സിമം. പീക്ക് ബ്രൈറ്റ്നസ് 1750 nits വരേക്കും പോകും. അതായത് HDR കണ്ടൻറ്റ് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഔട്ട്ഡോറിലെല്ലാം വളരെ നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് നമുക്ക് കാണാൻ സാധിക്കും. ഹോം സ്ക്രീൻ, ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്ത് തന്നെ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് വാൾപേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ തീംസൊക്കെ സെറ്റ് ചെയ്യാനുള്ള വിവിധ രീതിയിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് വളരെയധികം ലിമിറ്റഡ് ആയിട്ടാണ് തോന്നിയത്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്തും ചേഞ്ച് ചെയ്തൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ്റെ പാർട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സാംസങ് ഫോൺസിൻ്റെ നോർമൽ ഡിസ്പ്ലേ പലതിലും വളരെയധികം വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ മോഡലിലും വളരെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നത്. ആ ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഓപ്ഷൻസിൽ വിവിഡ് അതുപോലെ നാച്ചുറൽ തുടങ്ങിയ സെറ്റിങ്സ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് നാച്ചുറൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷേ ഞാനിതിൽ വിവിഡ് എന്ന് പറയുന്ന ആ ഒരു സെറ്റിംഗ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. Hz മുതൽ 120 Hz വരേക്കുമുള്ള വേരിയബിൾ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ മോഡൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെറ്റിങ്സിലേക്ക് വരുമ്പോഴത്തേക്കും അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്, അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് തുടങ്ങിയ സെറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ബാറ്ററി സേവിങ്ങിനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുന്നതിനായിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള സെറ്റിങ്സ് ആണ്. അതുപോലെ തന്നെ ഐ കംഫർട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ട്, പ്രത്യേകിച്ച് നൈറ്റ് ടൈമിൽ ഐ കംഫർട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ട് ഐ കംഫർട്ട് ഷീൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഡിസ്പ്ലേ സെറ്റിങ്സിൽ കാണാൻ സാധിക്കും.
ക്യാമറ സിസ്റ്റത്തിൽ വളരെ വലിയ ഒരു അപ്ഡേറ്റ് ഒന്നും കാണാൻ സാധിക്കില്ല. S22 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും S23 സെൻസേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. വളരെ മൈനർ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് സെൻസേഴ്സിന്റെ കാര്യത്തിലായാലും ഇമേജ് പ്രോസസ്സിന്റെ കാര്യത്തിലായാലും വന്നിരിക്കുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ക്യാമറയിൽ 12 മെഗാ പിക്സലിന്റെ ഒരു സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. f2.2 ആണ് അപ്പറേച്ചർ. അതുപോലെ തന്നെ വൈഡ് ക്യാമറയിൽ 50 മെഗാ പിക്സലിന്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. f1.8 ആണ് അപ്പറേച്ചർ. ഇനി ടെലഫോട്ടോ ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് 10 മെഗാ പിക്സലിന്റെ ഒരു സെൻസറാണ്. f2.4 ആണ് അപ്പറേച്ചർ. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് തുടങ്ങിയ ഫീച്ചേഴ്സ് റിയർ ക്യാമറ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 8K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയൊക്കെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 4K 60, 4K 30 FPS വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. സ്ലോ മോഷൻ വീഡിയോസ് ഫുൾ HDയിൽ 960 FPS 240 FPS വരെയൊക്കെയുള്ള വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോൺ മോഡലിലെ വീഡിയോ ക്യാപ്ചറിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു മോഡാണ് സൂപ്പർ സ്റ്റഡി മോഡ് എന്ന് പറയുന്നത്. സ്റ്റെബിലൈസേഷൻ വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു മോഡ് തന്നെയാണ്. ഇത് QHD റെസൊല്യൂഷനിലാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റെബിലൈസേഷൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ കൂടാതെ എക്സ്പേർട്ട് റോ, അതുപോലെ തന്നെ പ്രോ ഫോട്ടോ, പ്രോ വീഡിയോ, പാനോരമ, നൈറ്റ് ഫോട്ടോ, ഹൈപ്പർ ലാപ്സ്, അതുപോലെ തന്നെ പോർട്രേറ്റ് വീഡിയോ തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള മോഡ്സ് നമുക്ക് ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. പോർട്രേറ്റ് വീഡിയോ എന്ന് പറയുന്ന ആ ഒരു മോഡിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ വർഷം കൊണ്ടുവന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്. അതുപോലെ തന്നെ എക്സ്പേർട്ട് റോ എന്ന് പറയുന്ന ആ ഒരു മോഡ് ഉപയോഗിച്ചുകൊണ്ട് 50 മെഗാ പിക്സലിൻ്റെ റോ ഇമേജസ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്കുള്ള ഓപ്ഷനും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും 12 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പറേച്ചർ f2.2 കൂടിയ ഒരു ലെൻസാണ് വരുന്നത്. ഓട്ടോ ഫോക്കസ് ഫീച്ചറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 വ്യൂ കാണാൻ സാധിക്കും. കുറച്ച് വൈഡായിട്ടുള്ള ഒരു നോർമൽ വ്യൂവും ഈ ഒരു സെൽഫി ക്യാമറയുടെ ഇൻ്റർഫേസിൽ കാണാൻ സാധിക്കും. S23 ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരേക്കുമുള്ള വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. 4K 30, ഫുൾ HD 60, ഫുൾ HD 30 അങ്ങനെ വിവിധ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ S23 ഫോൺ മോഡൽസിലും ഒരേ പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസ്സറാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് വേർഷനാണ് ഗാലക്സിക്ക് വേണ്ടിയിട്ടുള്ളത്. മറ്റ് കമ്പനികളുടെ 8 Gen 2 ഫോൺ മോഡൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് വരുന്ന ചിപ്സെറ്റാണ് ഗാലക്സി സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് സാംസങ് പറയുന്നത്. ഈ ഒരു ഫോൺ മോഡൽ വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 13 ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. ഇൻ്റർഫേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് One UI 5.1 തന്നെയാണ്. സാംസങ്ങിൻ്റെ തന്നെ ഇൻ്റർഫേസ് ആണ്. S22 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ബാറ്ററി കപ്പാസിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 3900 mAh ഒരു ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. S22 അത് 3700 mAh ആയിരുന്നു. S23 8GB റാമാണ് വരുന്നത്. LPDDR5X ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് 128GB, 256GB, 512GB അങ്ങനെയാണ്. അതിൽ 128GB UFS 3.1 വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ 256ഉം അതുപോലെ 512ഉം വരുന്നത് UFS 4 വരുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ മോഡൽ 256GB വേരിയൻ്റ് ആണ്. കണക്ടിവിറ്റിയുടെ ആ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും S23 ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ഓഡിയോ ഡിവൈസസ് നമുക്ക് ഒരേ സമയത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ വൈഫൈ കണക്ടിവിറ്റിക്കായിട്ട് Wi-Fi 6E ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മൊബൈൽ കണക്ടിവിറ്റിയുടെ ആ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കും 5G ഡിഫറെൻറ്റ് ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറൗണ്ട് 16 ബാൻഡ്സ് സപ്പോർട്ട് 5Gക്കായിട്ട് S23 വരുന്നുണ്ട്. S23 ഡിസ്പ്ലേ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. HDR10+ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സ്പീക്കർ സിസ്റ്റം ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. The wizard gave me superpowers. And then everybody got superpowers. Started from the bottom, now we're here. All right, here's the situation. Started from the